സുഖം 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 സുഖം. സർപ്രൈസ് ആയിപ്പോട്ടെ, സർപ്രൈസ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ക്ലിക്ക് ഓൺ ട്യൂൺനെറ്റ് കോഫി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഗസ്റ്റ് നമുക്ക് നമ്മളുടെയൊക്കെ പ്രതീക്ഷന് മുമ്പ് ഇടിച്ച് കയറി, കണ്ടില്ലേ അവർ വന്ന വരവൊക്കെ. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഒന്നുമില്ല. കാരണം ഇപ്പം പണ്ടൊക്കെ പറയായിരുന്നു റേഡിയോയിലുള്ള അവതാരകർ ശരിക്കും ശബ്ദം കൊണ്ടാണ് പരിചിതരെന്നൊക്കെ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു സിനിമാ താരങ്ങളെ പോലെ അല്ലെങ്കിൽ വിജേഴ്സിനെ പോലെ ഒരുപക്ഷെ അവരെക്കാൾ ഉപരി നമ്മൾ ഗൾഫ് മലയാളികൾ, രണ്ടുപേരുമല്ല ഞാൻ പറഞ്ഞത്, ഗൾഫ് മലയാളികൾ മനസ്സിൽ ചേർത്ത് സ്നേഹിക്കുന്ന രണ്ട് പ്രിയപ്പെട്ട റേഡിയോ ജോക്കീസ് ആണ്. നമുക്കറിയാം നമ്മുടെ ഗൾഫ് മേഖലയിൽ വളരെ പ്രശസ്തമായ ഹിറ്റ് FM-ലെ രണ്ട് സ്റ്റാർസ് ആണ് എന്നോടൊപ്പം ഉള്ളത്, നിമ്മി ആൻഡ് ഡോണ. അപ്പോൾ ഇവർക്ക് നമ്മൾ വന്ന് കുറേ യാത്ര ചെയ്തൊക്കെ ഇവിടെ എത്തിയതാണ്. നമുക്ക് ചെറിയൊരു ഇരിപ്പിടമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ, സിംഹാസനമില്ല. നമുക്ക് അതിലേക്കും ഇവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. പാട്ടുകളായിട്ട് നമ്മുടെ നിമ്മി എത്തിയിട്ടുണ്ട്, കുറച്ച് പണി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുക്കാം, ബാക്കി കാര്യങ്ങൾക്ക് റെഡിയായിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ക്ലിക്ക് ഓൺ ട്യൂൺനെറ്റ് കോഫി ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ബ്രേക്കിന് മുമ്പ് കണ്ടല്ലോ അല്ലേ നമ്മുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഇന്നത്തെ നമ്മുടെ കോഫി ടൈമിൽ രണ്ട് സ്റ്റാർസ് ഇങ്ങനെ ഇടിച്ചു കയറി വന്നു. നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മളെല്ലാവരും ഓരോ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ ഇവരെ ഓർക്കാറുണ്ട്. ഇവരുടെ ശബ്ദം നമുക്ക് ഒരുപാട് ആശ്വാസം പകരാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഹിറ്റ് FM എന്ന റേഡിയോ സ്റ്റേഷനിലെ രണ്ട് സ്റ്റാർസ് ആണ് നമ്മുടെ നിമ്മി ആൻഡ് ഡോണ. അപ്പോൾ നിമ്മി, ഡോണ, സ്വാഗതം കേട്ടോ കോഫി ടൈമിലേക്ക്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇവരെന്താ ചെയ്യണത് നമ്മൾ ശരിക്കും ഒരു ശബ്ദത്തിലൂടെ കേൾക്കുന്നത് അല്ലേ കൂടുതലും. പിന്നെ ഇപ്പം ഫെമിലിയറും ആണ്, നമുക്കൊരിക്കലും ഇവരുടെ മുഖം അറിയത്തില്ലെന്നും പറയാൻ പറ്റില്ല. ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മുഖവും എന്തൊക്കെ വൃത്തികേടായിരിക്കും, ആ കൊപ്രായങ്ങളായിരിക്കും കാണിക്കണമെന്ന് എല്ലാവർക്കും ഒന്ന് ലിങ്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് സന്തോഷം എനിക്ക് രണ്ട് RJs-നെ, ശബ്ദ സൗകുമാര്യത്തിന് ഉടമകളായ രണ്ട് സുന്ദരിമാരെ ഇന്ന് കിട്ടിയതിൽ. അപ്പം എല്ലാവരും വളരെ കുഴപ്പമില്ല, എനിക്ക് മനഃപൂർവ്വമാണ്, മനസ്സിലായില്ലേ. അങ്ങനെ ഇരിക്കും. പക്ഷേ ഞങ്ങൾ ഡോണയെ നമ്മൾ ഒരുപാട് പാട്ടുകൾ പാടിക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ പോവുകയാണ്. ഡോണ ഇന്ന് നമ്മൾ കോഫി ടൈമിൽ അതൊക്കെ ഒന്ന് മാറ്റി എഴുതും. ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ പല കാര്യങ്ങളും സത്യങ്ങൾ അറിയുന്ന ഒരു ദിവസമായിരിക്കും. അതെ അതെ. എന്തായാലും ഡോണയെ ഞാൻ ഇന്നാണ് നമ്മുടെ കോഫി ടൈമിൽ വെച്ച് നേരിട്ട് കണ്ട് പരിചയമാവുന്നത്. ശബ്ദത്തിലൂടെ മാത്രമാണ് എനിക്ക് ഡോണയെ അറിയാവുന്നത്. നിമ്മി പിന്നെ എനിക്ക് നല്ലവണ്ണൊക്കെ അറിയാം അല്ലേ. നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു കുടുംബത്തിലുള്ള രണ്ട് ആൾക്കാരാണ്, ഇവിടെ വെച്ച് ഇടയ്ക്ക് കാണാറുണ്ട്. നിമ്മിയുടെ പാട്ട് നിങ്ങൾക്കും അറിയാലോ അല്ലേ, എന്തൊക്കെയാണ് ഇവിടെയൊക്കെ ശരിയാക്കണം എന്നൊക്കെ. ഇന്ന് നിമ്മി പറയും വിശേഷങ്ങൾ. ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഇവിടെ വന്നിട്ട് ഇപ്പം 8 years കഴിഞ്ഞു. 9th yearലേക്കാണ് മൂവ് ചെയ്തോണ്ടിരിക്കുന്നത്. ഫാമിലിയൊക്കെ ആയിട്ട് തന്നെ ഇവിടെ സന്തോഷം സന്തോഷം വാഴുന്നു. അതെ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ദൈവസഹായം കാരണം മുൻപോട്ട് പോകുന്നു. പാട്ടൊക്കെ ഇങ്ങനെ ഇതിന്റെ കൂടെ പാട്ട് കൂടെ പോകുന്നു, കുഴപ്പമില്ല. കാര്യം മീഡിയ തന്നെയാണല്ലോ ഇവിടെ. നമുക്ക് നാട്ടിലെ ടെലിവിഷൻ എന്ന് പറയുന്നതിനേക്കാളും 10 ഇരട്ടി സ്ട്രോങ് ആണ് ഇവിടെ റേഡിയോ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ റേഡിയോ തന്നെയും നമ്മൾ ഒരുപാട് പാടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ അല്ലാതെയും പല സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ട്. ശരിക്കും നിങ്ങളുടെ റേഡിയോ സ്റ്റേഷനിൽ തന്നെ ഒരുപാട് ഷോസ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതാ, നമ്മുടെ തന്നെ ഈവന്റ്സ്, നമ്മളെ തന്നെ സ്റ്റേഷൻസ് പല ഈവന്റ്സ് ഉണ്ട്. അപ്പൊ ഡോണ നിങ്ങളൊക്കെ അപ്പൊ ശരിക്കും കേട്ട് സഹിക്കുന്നുണ്ടല്ലേ? ഹിറ്റ് FM ഇങ്ങനെ അലയടിക്കുകയാണ്. പഠിച്ചു തുടങ്ങി ആ ഒരു മുഖം തിരിച്ചാണ് ഞാനാണ് അത് പറയേണ്ടത്. പുതിയ കുട്ടി ആയതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞങ്ങൾ ഇപ്പൊ എല്ലാ ക്ഷണിച്ചും സഹിച്ചൊക്കെ മുന്നോട്ട് പോകണം. ഡോണയുടെ ഈ രാത്രിയാണല്ലോ, ഡോണയുടെ ടൈമിംഗ് ഉണ്ടോ ശരിക്കും ഓൺ റിക്വസ്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ തിരിച്ച് റിക്വസ്റ്റ് കൊടുത്ത് പാടിപ്പിക്കുന്ന കാര്യം. നിമ്മിയുടെ ഫസ്റ്റ് സോങ്ങിലേക്ക് പോയാലോ? ആയിക്കോട്ടെ. നമുക്ക് തുടക്കത്തിൽ നല്ല ഐശ്വര്യമായിട്ട് നല്ല ഒരു ഗാനം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു എവർഗ്രീൻ ആയിട്ടുള്ള സോങ് ആണ്. ഏത് പാട്ടാണ്? ഒരു മിന്നാമിനിങ്ങിന്റെ നൂറുവട്ട മൂവിയില് ജോൺസൺ സാർ സംഗീതം നൽകിയിട്ടുള്ള പാട്ടാണ് കാതോട് കാതോരം, അല്ല മെല്ലെ മുഖപടം. അതെനിക്ക് പണ്ടുള്ളതാണ് കേട്ടോ, നല്ല ഓർമ്മശക്തി. ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകും. ഞാൻ അതായത് 10 ഡീറ്റെയിൽസ് പറയാനുണ്ടെങ്കിൽ 10 കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒരുമിച്ച് പറയുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. പക്ഷെ എന്റെ ഫേവറേറ്റ് ആയിട്ട് പാട്ടുകളിൽ ഒരു പാട്ടാണ്. ശരിക്കും മെയിൽ സോങ് ആണ്. ഇത് ഫീമെയിൽ വോയിസിൽ എങ്ങനെയാണ് നമുക്കൊന്ന് കേട്ടോ. ഫീമെയിൽസ് പാടിയിട്ടില്ലേ? അധികം കേട്ടിട്ടില്ല, അല്ല മെയിൽസ് തന്നെ പാടി കേൾക്കട്ടെ. അപ്പൊ നമുക്ക് മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി കേൾക്കാം. ഓക്കെ.
ബാക്ക് ടു ക്ലിക്ക് ഓൺ ട്യൂണിനെറ്റ് കോഫി ടൈം. അപ്പൊ നമ്മള് ഒപ്പം ഹിറ്റ് എഫ്എമ്മിന്റെ 2 സൂപ്പർ സ്റ്റാർസ് ആണ് നിമ്മി ആൻഡ് ഡോണ. അപ്പൊ നിമ്മിയുടെ പാട്ടാണ് നമ്മൾ കേട്ട മെല്ലെ മെല്ലെ മുഖപടം. നമ്മള് മെല്ലെ മെല്ലെ മുഖപടം ഒക്കെ ഒതുക്കില്ലോണോ. എന്തായാലും സന്തോഷം, നിമ്മി നന്നായിട്ട് പാടിയ ഫീമെയിൽ വോയിസിലും വളരെ നല്ല സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ കേട്ടോ. അപ്പൊ ഡോണ, ഞാനിങ്ങനെ പല പല റൂമേഴ്സ് അറിഞ്ഞു, ഒരു ഗായിക ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഇങ്ങനെ ഒരു വിമ്മി വിമ്മി നിപ്പോണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ നോക്കുകയാണെങ്കിൽ മനസ്സിലില്ലാത്ത കലകളില്ല, മനസ്സിലുണ്ട് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഡോണ ഇപ്പൊ. ഇന്ന് കൊയറിലൊക്കെ പാടാറുണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞു. എന്താ ഞാൻ പറയാം, ആക്ച്വലി എന്താന്ന് വെച്ചാ എന്റെ ഫാദർ ഒരു പാട്ടുകാരനാണ്, കർണാടിക് സിംഗർ ആണ്. അപ്പം അപ്പേന്റെ എവിടെയോ സെബാസ്റ്റ്യൻ, PJ സെബാസ്റ്റ്യൻ ഇവിടെ ബിസിനസ് ഒക്കെ ചെയ്യാണ്. ഞാൻ ഇവിടെ തന്നെ ജനിച്ചു വളർന്നതാണ്. അപ്പം നിമ്മി പറഞ്ഞു 8-9 വർഷമായി, പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് 21 വർഷം. ചുമ്മാ ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ സീനിയോറിറ്റി എനിക്ക് തന്നെയാണ്. ഒരു 4 ഇഷ്ടപ്പെട്ട 4 പേര് നല്ല ഡിവോഷണൽ സോങ്, ക്രിസ്ത്യൻ ഡിവോഷണൽ എല്ലാവർക്കും ഇഷ്ടം. വേണ്ടേ ഭക്തി ഇഷ്ടമല്ല, വേറെ ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കോ. ശരി, എന്നെ സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും. ഏതാ പാട്ടെന്ന് കേട്ടോട്ടെ, ഏതാ പാടാൻ പോകുന്നത്? ഞാൻ വിചാരിച്ചത് ദശരഥം ഫിലിമിലെ മന്ദാര ചെപ്പുണ്ടോ. എങ്ങനെയുണ്ട്? അതാണ് ഹിറ്റ് ആൻഡ് റിക്വസ്റ്റ് ചെയ്താലുള്ള ഗുണങ്ങൾ. അതാണ് ഞാൻ ഞെട്ടിപ്പോയത്, ആ പാട്ടൊക്കെ അറിയൂലോ. സാധാരണ ഇവരൊക്കെ വിചാരിച്ചാൽ ഹിന്ദിയോ ഇംഗ്ലീഷോ ഇല്ലായിരിക്കും, പക്ഷെ മലയാളത്തിൽ തന്നെ. പാടിക്കോളൂ. മന്ദാര ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ, വാനം പാടിയും തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിലുയരുമ്പോൾ മൗനം പാടുന്നു. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ, വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. ഇതറിഞ്ഞില്ല, അച്ഛൻ അറിഞ്ഞില്ല മകളെ. അതാണ് എനിക്ക് ഓർമ്മ വരുന്നേ, സംഗീതമാകുന്ന ദേവത. നിങ്ങളോടൊക്കെ നിൽക്കാനുള്ള ഞാൻ ആദ്യം ഹിറ്റ് FM ജോലി ചെയ്യാൻ തുടങ്ങിയ വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആയിരുന്നു. 3 വർഷം ഞാൻ അവിടെ വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആയിട്ട് ആഡ്സിനും അതിനൊക്കെ ഇങ്ങനെ ശബ്ദം കൊടുക്കും. അപ്പൊ എപ്പോഴും എന്റെ കോളേജ് തൊട്ടടുത്തായിരുന്നു. അപ്പൊ കോളേജൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്ന് വോയിസ് ഓവർ ഒക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങും, ഇവരെല്ലാരും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, തോളത്ത് കൈയൊക്കെ ഇട്ട് നിൽക്കുന്നു, അങ്ങനത്തെ ഒരു സീൻ. അപ്പൊ ഞാൻ അന്നേ അവരുടെ അടുത്ത് പറഞ്ഞു, ഷോ നിങ്ങൾ ഇവിടെയൊക്കെ ജോലി എന്താ ഒരു മാർക്കല്ലേ, വോയിസ് ഓവർ മാറ്റുന്ന വോയിസ് അതിൽ ഹാപ്പി ആയില്ലേ? അയ്യോ ഭയങ്കര സന്തോഷം. ആക്ച്വലി ഒരു ദൈവാനുഗ്രഹം പോലെ തന്നെ പഠിച്ച് എന്റെ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഇവിടെ ഒരു പ്ലേസ്മെന്റ് കിട്ടി. അതും എത്ര പേര് ആഗ്രഹിക്കുന്നു. അതിന് നല്ലൊരു അല്ലേ, അത് കിട്ടാൻ മാത്രമല്ല, അത് കേൾക്കണവര് നിങ്ങൾ അംഗീകരിക്കൂടി ചെയ്യണതല്ലേ ഏറ്റവും വലിയ കാര്യം. ഈ ജോലിയുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ വേറെ ജോലിയല്ല, നമ്മൾ ജോലി ചെയ്തു നമുക്ക് ശമ്പളം കിട്ടുന്നത് അതിനേക്കാളും ഉപരി ഞങ്ങളുടെ ജോലി ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടണമല്ലോ, അവിടെയാണോ ഞങ്ങളുടെ വിജയം. അതെ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം, അവർക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ ഇടണം, അവരെ ആരെയും സങ്കടപ്പെടുത്താൻ പാടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഡോൺ ഇപ്പൊ ഇത്ര നാൾ ചെയ്തതിൽ ഏതെങ്കിലും ഭയങ്കര മനസ്സിന് ടച്ച് ചെയ്ത ഏതെങ്കിലും കോളേജ് ഏതെങ്കിലും ഒന്ന് ഓർമ്മയുണ്ടോ? ഇപ്പം എന്റെ ഏറ്റവും വലിയ ഒരു സംഭവം എന്താന്ന് വെച്ചാൽ, ഞാൻ ജോയിൻ ചെയ്ത കുറച്ച് സമയമുണ്ടല്ലോ, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഇവരൊക്കെ 10 വർഷം ഈ റേഡിയോ ഇൻഡസ്ട്രി ഓൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആ ഒരു കമ്പനിയിലേക്ക് കയറുമ്പോ കൊറേ പേര് ഞാൻ വിചാരിച്ചു കമ്പയർ ചെയ്യും, എന്താ ഈ കുട്ടി ഇങ്ങനൊന്നും സംസാരിക്കാത്ത, നിമ്മി മായൊക്കെ കണ്ടുപിടിക്കും, എന്താണ് ഇതൊന്നൊക്കെ. അപ്പം പക്ഷെ എന്തോ ഒരു ദൈവാനുഗ്രഹമുണ്ട്, ആൾക്കാര് പുതിയൊരു കുട്ടിയാണ്, നമ്മൾ ഈ കുട്ടീനെ എൻകറേജ് ചെയ്യണം, നമ്മൾ ഈ കുട്ടീനെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയാണ് സപ്പോർട്ട് കിട്ടി. എനിക്ക് പല ലഡാക്കിന്ന് എനിക്ക് എന്താ പറയാ ഒരു ഇന്ത്യൻ ആർമി ഓഫീസർ മെസ്സേജ് അയച്ചു, നല്ലൊരു എൻകറേജ്മെന്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ
എടുത്തു പറയുന്ന കുറെ ഇന്റർനാഷണൽ ലിസണേഴ്സ് തീർച്ചയായിട്ടും അവർക്ക് നമ്മളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പീസ് യുഎസിലൊക്കെ നല്ല അല്ലേ കുറെ ലിസണേഴ്സ് ഉണ്ട്. അപ്പം അവരൊക്കെ അവരുടെ ജോലി സമയത്ത്, നമ്മുടെ ജോലി പോലെയല്ല, അവരുടെ ജോലി സമയത്ത് അവർക്ക് റേഡിയോ ഇരുന്ന് കേൾക്കാൻ പറ്റും. തീർച്ചയായിട്ടും അപ്പൊ അവര് എഴുന്നേറ്റ് വരുമ്പോ നല്ല പാട്ട്, കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നല്ല പാട്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ ലിസണേഴ്സിന്റെ റിക്വസ്റ്റ് കാരണം തന്നെയാ അവർ ഈ പാട്ട് ചോദിക്കുന്നു, നമ്മൾ ആ പാട്ട് പ്ലേ ചെയ്യുന്നു. അങ്ങനെ മനസ്സിലേക്ക് അല്ലാണ്ട് കയറുക. പാട്ട് പാടാതെ പാട്ട് ഇട്ട് കൊടുത്ത് കയറുന്ന ടീമാണ് കേട്ടോ. ഈ ലിസണേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരു പക്ഷെ നമ്മളെ പറഞ്ഞതിനേക്കാളും കൂടുതൽ നമ്മുടെ ലിസണേഴ്സിനെ കുറിച്ച് പറയായിരിക്കും. എന്താ വെച്ചാല് നമ്മുടെ ഒരു ലിസണർ ഉണ്ട് ഇതുപോലെ, പേരെനിക്ക് ഓർമ്മയില്ല, അവര് ഇതുപോലെ തന്നെ സുഖമില്ലാണ്ടായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു. അപ്പൊ അവർ അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എനിക്കൊരു മെയിൽ അയച്ചു, നിമ്മി ഇങ്ങനെ എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. അപ്പൊ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ അയ്യോ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നിമ്മി വിശ്വസിക്കുമോന്ന് എനിക്കറിയില്ല, അഡ്മിറ്റ് ചെയ്യണതിന്റെ സങ്കടത്തെക്കാളും കൂടുതൽ ഈശ്വര ആ 3-4 ദിവസം എനിക്ക് ഹിറ്റ് എഫ് എം കേൾക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരാൾക്ക് ഹോസ്പിറ്റലിൽ കേൾക്കാൻ പറ്റില്ല. ബാക്കിയൊക്കെ അവർ പറയൂ, നിങ്ങളുടെ ടീമിൽ എല്ലാവരും പറയൂ, കേൾക്കട്ടെ. ഞാനും കൂടെ ഒന്ന് പേരൊക്കെ ഞാനും ഇത് ഡോണെ പോലെ തന്നെ ഇടയ്ക്ക് കയറിയിട്ടുള്ള ആളാണ്. സ്റ്റാർട്ട് ചെയ്തപ്പോള് ഞാനിപ്പോ 7th ഇയർ, ഇപ്പം സ്റ്റേഷൻ ഞങ്ങളുടെ 10th ഇയർ അവര് 2 years അവർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വരുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക്. ഞാൻ ഭയങ്കര ചേഞ്ച് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. എന്റെ സ്വഭാവത്തിലും എന്റെ ലുക്സിലും ഒക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്. അതെല്ലാത്തിനും കാരണം ഹിറ്റ് എഫ് എം എന്ന് പറഞ്ഞൊരു സ്റ്റേഷനാണ്. കാരണം എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാര് അതിന് മെനക്കെടാറ്, എനിക്ക് വേണ്ടിയിട്ട് എന്റെ കൂടെ വന്ന്, എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെ ഡ്രസ് ചെയ്യണം, എനിക്ക് ഒന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഇവര് എന്റെ കൂടെ വന്ന് ഇവരെന്നൊക്കെ പറഞ്ഞു തന്ന് അവര് വാങ്ങിച്ചു തരും എന്റെ കൂടെ വന്ന്. അങ്ങനെ എന്താ പറയാ, ഒരു ഫാമിലിയാണ്. മനസ്സിലായോ? ഞാൻ നാട്ടിൽ നിന്ന് ഇവിടേക്ക് വലിയൊരു ഫാമിലിയിലേക്ക് വന്ന പോലെ എനിക്ക് തോന്നാം ഹിറ്റ് എഫ് എം എന്ന് പറയുമ്പോൾ. ശരിക്കും നമ്മൾ പൊതുവെ ഇവരുടെ ഓരോ പ്രോഗ്രാംസിൽ അങ്ങനെയല്ലേ കാണാറ്. പിന്നെ എന്തെങ്കിലും ഇവരുടെ ഒരു ഗ്യാതറിംഗ് ഒക്കെ ആകുമ്പോൾ പലരും ഇങ്ങനെ, അത് പാസ് കിട്ടുന്നവർ മാത്രമേ പോകാറുള്ളൂ. പക്ഷെ പലർക്കും ഇങ്ങനെ ഇവരുടെ ഒരു ഫാമിലി ശരിക്കും ആ ഒരു ഫീൽ തന്നെ ഈ പറയുമ്പോ തന്നെ എനിക്കറിയാം കേട്ടോ. ഭയങ്കര ഇമോഷണൽ ആവും അറിയാണ്ടൊക്കെ. ഞാനത് എന്നും ഓണർ പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാൻ എപ്പോഴും പറയും, ചിലപ്പോ എന്റെ ബർത്ത്ഡേയുടെ അന്നാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസമായിരിക്കും, ഞാൻ പറയും ഇന്ന് ഞാൻ തുടങ്ങുന്നതേ ദൈവത്തിനോട് നന്ദി പറഞ്ഞിട്ടാന്ന് പറയും. കാര്യം എന്താ വെച്ചാൽ എനിക്ക് ആലോചിക്കാൻ വയ്യ, ഞാൻ ഹിറ്റ് എഫ് എമ്മിൽ അല്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഒന്നും അല്ലാതെ ഒന്നും അറിയാതെ ഇവിടത്തെ ഒരു ഫ്ലാറ്റിൽ ഒരു 4 മുറി എന്താ പറയാ ചുവറിന്റെ നടുക്ക് നിന്ന് പോയേനെ. അതൊരു അനുഗ്രഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെ വരണം, മലയാളികളൊക്കെ ഇങ്ങനല്ലേ വെക്കണം എന്നുണ്ടായിരുന്നു. അതെ 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 ശരിയാ.
നെറ്റ് കോഫി ടൈം. അപ്പൊ എന്നോടൊപ്പം നിമ്മിയും ഡോണയുമാണ്. ഹിറ്റ് എഫ്എമ്മിന്റെ സ്റ്റാർസ് ആണ്. നമ്മളെ ഒരു ഡുവറ്റ് പാടി ഡോൺ അത് സഹിച്ചു. ഡോൺ ഇടയ്ക്ക് വന്ന് അല്ലേ ആസ്വദിച്ചു, വന്ന് ഇടയ്ക്ക് മ്യൂസിക് കമ്പോസിഷൻ ചെയ്തത്. ഒരു പ്രസൻസ് അറിയാം, ഞാനിവിടെ ഉണ്ട്, എനിക്കും അറിയാം പാടാൻ. നിമ്മി, അപ്പൊ നമുക്ക് ഇന്നത്തെ ചോദ്യം, നമുക്കൊരു ഫേസ്ബുക്ക് കോൺടെസ്റ്റ് ഉണ്ട് നമ്മുടെ വ്യൂവേഴ്സിന്. നമ്മുടെ പാട്ടിന് ലിങ്ക് ചെയ്തൊരു ചോദ്യങ്ങളുണ്ട്. നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുന്ന മുമ്പായിട്ട് ചോദിക്കാം, ഇഷ്ടമുള്ള ചോദ്യം ചോദിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം പാടിയ പാട്ട് മെല്ലെ 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 മുഖപ്പെടും ഒരു മിന്നാ മിന്നിന്റെ നുറുങ്ങുവട്ടം മൂവി. ഇതാണ്. മ്യൂസിക് ഡയറക്ടർ ആരാണ്? ഒരു പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു അത് ആരാണ്. അല്ലെങ്കിൽ തന്നെയും ഇത് ആർക്കും അറിയാൻ പാടാത്തത്. ഇത്രയും ഹിറ്റ് പാട്ട് ഇത് ആരായിരിക്കും നൽകിണ്ടാവുക? അതെ, ആ വ്യക്തി തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് കറക്റ്റ് ആണ്. കോഫി പേജിൽ കയറുക, ചോദ്യത്തിന്റെ താഴെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുക. അതിലുള്ള ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് 250 ദിർഹംസിന്റെ ഒരു ഗിഫ്റ്റ് കൂപ്പൺ ഉണ്ട് ഫ്രം റിമായ കളക്ഷൻസ്. ഇരിക്കട്ടെ, അത് കിട്ടിയില്ലെങ്കിൽ നമ്മളൊക്കെ വാങ്ങിച്ചോളാം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞ കുറച്ച് നല്ല ചാറ്റും ഒക്കെ ആയിരുന്നു, ഡോണയും അതുപോലെ നിമ്മിയും. അപ്പൊ ഇവരുടെ എന്തായാലും നമുക്ക് കുറേയും കൂടെ വിശേഷങ്ങളുണ്ട്. നമുക്ക് നെക്സ്റ്റ് വീക്കും എന്തായാലും കാത്തിരിക്കുക കേട്ടോ, കുറച്ച് നല്ല പാട്ടും പിന്നെ ഡോണയുടെ നെക്സ്റ്റ് പാട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ ട്യൂണിനെറ്റ് കോഫി ടൈം, ക്ലിക്ക് ഓൺ ട്യൂണിനെറ്റ് കോഫി ടൈം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് ഈ ഒരു പ്രിയപ്പെട്ട താരങ്ങളും പാട്ടും വിശേഷങ്ങളായിട്ട് കാണാം. അതുവരേക്കും എല്ലാവരും സുഖമായും സന്തോഷമായിട്ടിരിക്കും. Bye bye.